ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയുടെ അർജുന വിഷാദ യോഗത്തിലെ ആദ്യത്തെ ശ്ലോകങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഭഗവത്ഗീത ഇതിഹാസമായ മഹാഭാരതത്തിൻ്റെ 6ാമത് പർവ്വമാകുന്ന ഭീഷ്മപർവ്വത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. 18 ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപിലായി വേദവ്യാസ മഹർഷി ഹസ്തിനപുരത്തെത്തി ധൃതരാഷ്ട്ര ആകുന്ന മഹാരാജാവിനോട് യുദ്ധം കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ജന്മനാ അന്ധനായിരുന്ന ധൃതരാഷ്ട്രർക്ക് ഈ യുദ്ധം കാണണം എന്ന താല്പര്യം ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം വ്യാസരുടെ ആ വരത്തെ വേണ്ടെന്ന് വെച്ചു. എന്നാൽ ഇത് വിവരിച്ച് കേട്ടാൽ മതി എന്നുള്ള ഒരാഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. അതനുസരിച്ച് ധൃതരാഷ്ട്രയുടെ മന്ത്രിയായിരുന്ന സഞ്ജയന് വിദൂരമായ കുരുക്ഷേത്ര ഭൂമിയിൽ നടക്കുന്ന യുദ്ധം കാണുവാനും അവിടെ പരസ്പരം നടക്കുന്ന സംഭാഷണങ്ങളെ ശ്രവിക്കുവാനും ഒക്കെ ഉള്ള അനുഗ്രഹം വേദവ്യാസർ നൽകി എന്നാണ് പറയുന്നത്. യുദ്ധം തുടങ്ങി 10 ദിവസത്തോളം കഴിഞ്ഞിട്ടും ധൃതരാഷ്ട്രർ ആ യുദ്ധം കാണണം, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ അറിയണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചിരുന്നില്ല. 10ാം ദിവസം ഭീഷ്മപിതാമഹൻ അർജുനൻ്റെ ശരങ്ങളേറ്റ് നിലംപതിച്ചു എന്ന് കേട്ടപ്പോൾ ആ വിവരം സഞ്ജയൻ ഓടി വന്ന് ധൃതരാഷ്ട്രരോട് പറയുകയാണ് ചെയ്തത്. അപ്പോഴാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പറയണം എന്നാവശ്യപ്പെട്ടത്. അങ്ങനെ ആ ധൃതരാഷ്ട്രർ ചോദിക്കുന്ന ചോദ്യത്തോടു കൂടിയാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. ധൃതരാഷ്ട്രരുടേതായി ഉള്ള ഒരേ ഒരു ശ്ലോകമാണ് ഭഗവത്ഗീതയിലുള്ള ആദ്യ ശ്ലോകം. അത് തുടങ്ങുന്നതും ധർമ്മം എന്ന പദത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഒരു ഗ്രന്ഥം തുടങ്ങുന്നത് ധർമ്മം എന്ന പദത്തെ ഉദ്ധരിച്ചുകൊണ്ടാണെങ്കിൽ ആ ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യ വിഷയവും ധർമ്മം തന്നെയാണ് എന്നുകൂടി കവി ഭംഗ്യന്തരേണ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ തൻ്റെ മക്കളും പാണ്ഡവരുടെ മക്കളും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹമാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് പറയുന്നതും സഞ്ജയൻ ആ കുരുക്ഷേത്ര ഭൂമിയിലെ രംഗങ്ങളെയൊക്കെ നേരിൽ കാണുന്നത് പോലെ വിവരിക്കുകയും ചെയ്തുകൊണ്ട് ധൃതരാഷ്ട്രയുടെ ചോദ്യത്തെ മറുപടി പറഞ്ഞ് തൃപ്തിപ്പെടുത്തുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ 1ാം അധ്യായത്തിൽ അർജുന വിഷാദ യോഗം ആണ് പ്രതിപാദിച്ചിരിക്കുന്നത്. കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വന്ന് യുദ്ധത്തിനായി തയ്യാറായി അണിനിരന്നിരിക്കുന്ന കൗരവ പാണ്ഡവ പക്ഷത്തുള്ള പ്രമുഖരെയെല്ലാം കണ്ട് അവരെല്ലാം തൻ്റെ ബന്ധുക്കളും സഹോദരങ്ങളും ശ്വശുരന്മാരും പിതാക്കളും പിതാമഹന്മാരും ഒക്കെയാണ് എന്നറിയുമ്പോൾ അർജുനന് എന്തെന്നില്ലാത്ത മനോവ്യഥ ഉണ്ടാകുന്നു.
ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കായി കൊണ്ട് യുദ്ധം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന നരനാരായണ അവതാരം കൂടിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ചേർന്ന് ഈ ധർമ്മയുദ്ധത്തിൽ ജയിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ചൊക്കെ വളരെയധികം ചർച്ച ചെയ്തതിന് ശേഷം അർജുനനെ കർമ്മോത്സുകനാക്കി ധർമ്മരക്ഷയ്ക്കായിട്ട് നിയോഗിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആദ്യത്തെ ശ്ലോകം നോക്കാം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാഃ യുത്സവഃ മാമകാഃ പാണ്ഡവാഃ ച ഏവ കിം അകുർവത സഞ്ജയ. ധൃതരാഷ്ട്രൻ ചോദിക്കുകയാണ്, ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ സമവേതാഹ ഒത്തുചേർന്നിരിക്കുന്നത്, യുത്സവ യുദ്ധം ചെയ്യുവാനായിട്ട് ഉത്സാഹമുള്ളവരായിട്ട് ഒത്തുചേർന്നിരിക്കുന്ന മാമകാഹ എൻ്റെ ആളുകളും പാണ്ഡവാഹ ച ഏവ പാണ്ഡവരുടെ ആളുകളും തമ്മിൽ കിം അകുർവത എന്താണ് ചെയ്തത്? ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് യുദ്ധത്തിനായിട്ട് അണിനിരന്നിരിക്കുന്ന കൗരവ പാണ്ഡവ സേനകൾക്കിടയിൽ അവർ എന്താണ് ചെയ്തത് എന്നാണ് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോദ്യകർത്താവ് ധൃതരാഷ്ട്ര മഹാരാജാവാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പുത്രന്മാരാണ് പാണ്ഡവർ. ധൃതരാഷ്ട്രയുടെ പുത്രന്മാരായിരിക്കുന്ന കൗരവർ 100 പേരും പാണ്ഡവരുടെ ഗണത്തിൽപ്പെടുന്ന 5 സഹോദരങ്ങളും അത് സ്വന്തം സഹോദരൻ്റെ പുത്രന്മാരാണ് എന്നിരിക്കെ കൂടി അവരെ മാമകാഹ എന്ന് പറയുന്ന ഗണത്തിലല്ല പെടുത്തിയത്, എൻ്റെ ആൾക്കാർ എന്നുള്ള ഗണത്തിലല്ല പെടുത്തിയത്, വേറെ ഒരു സേനയായിട്ട് തന്നെയാണ് ഇവിടെ ധൃതരാഷ്ട്ര സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ധൃതരാഷ്ട്രർക്ക് സ്വയമേവ തൻ്റെ മക്കളോട്, പ്രത്യേകിച്ചും ദുര്യോധനോടുള്ള ഒരു പ്രത്യേക വാത്സല്യം അല്ലെങ്കിൽ അന്ധമായ ഒരു പുത്രവാത്സല്യം, അത് ഈ മാമകാഹ പാണ്ഡവാഹ എന്നുള്ള ഈ ഒരൊറ്റ വരിയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് വേദവ്യാസം. രണ്ട് ഗണത്തിൽപ്പെടുന്നവരും പുത്രതുല്യലാണ് എന്നുള്ള സങ്കല്പത്തിലല്ല ധൃതരാഷ്ട്രർ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. എൻ്റെ ആളുകളും എതിർപക്ഷത്തുള്ള പാണ്ഡവരും തമ്മിൽ എന്നുള്ള ആശയത്തിൽ തന്നെയാണ് ധൃതരാഷ്ട്രർ ഈ ചോദ്യം സഞ്ജയനോട് ചോദിക്കുന്നത്. സഞ്ജയനാണെങ്കിൽ ആദ്യം മുതലുള്ള കഥകളൊക്കെ വർണ്ണിക്കാൻ ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ധൃതരാഷ്ട്രയുടെ ചോദ്യത്തിൽ നിന്നാണ് ബാക്കി കഥകളൊക്കെ പിന്നീട് പറയുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമപസംഗമ്യ രാജാ വചനമബ്രവീത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനഃ തദാ ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം. സഞ്ജയൻ തൻ്റെ വ്യാസരാൽ നൽകപ്പെട്ട ജ്ഞാനദൃഷ്ടിയിലൂടെ കുരുക്ഷേത്ര ഭൂമിയിലെ രംഗത്തെ കാണുകയാണ്. ആ 1-ാം ദിവസം യുദ്ധം തുടങ്ങുന്നതിന് മുൻപായിട്ട്
സഞ്ജയൻ കണ്ട കാര്യമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അവിടെ കൗരവരും പാണ്ഡവരും ഒക്കെ വന്ന് അണിനിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാജാ ദുര്യോധന, ഈ രാജാവായ ദുര്യോധനൻ അല്ലെങ്കിൽ യുവരാജാവായ ദുര്യോധനൻ വ്യൂഢം പാണ്ഡവ, ആ അണിനിരന്നിരിക്കുന്ന പാണ്ഡവരെയും അവരുടെ സൈന്യത്തെയും ഒക്കെ ദൃഷ്ടുവ കണ്ടിട്ട് ആചാര്യം ഉപസംഗമ്യ, കൗരവരുടെ ആചാര്യനാകുന്ന ദ്രോണാചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് വചനം അബ്രവീത്, ഇപ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞു. യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ രണ്ട് ചേരിയുമുള്ള ആളുകളെ അവരവരുടെ കൂടെ നിൽക്കുന്നവർക്കായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കൗരവസേനയുടെ സൈന്യാധിപനായി നിൽക്കുന്നത് ഭീഷ്മപിതാമഹനാണ്. പക്ഷേ ദുര്യോധനൻ അറിയാം ഈ ഭീഷ്മപിതാമഹൻ മനസ്സുകൊണ്ട് പാണ്ഡവപക്ഷത്താണ്. തന്നെയുമല്ല, ഈ കൗരവരെയും പാണ്ഡവരെയും ഒക്കെ വളർത്തിയ കൈകളാണ് ഭീഷ്മപിതാമഹൻ്റേത്. ആ ഭീഷ്മപിതാമഹന് എതിർചേരിയിലുള്ള ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുവാനുള്ള ദുസ്സാഹസത്തിനൊന്നും ദുര്യോധനൻ മുതിരുന്നില്ല. പകരം ഭീഷ്മരോട് എന്ന രീതിയിൽ ദ്രോണരുടെ അടുത്ത് ചെന്നിട്ടാണ് എതിർചേരിയിലുള്ള മഹാരഥന്മാരെയൊക്കെ പരിചയപ്പെടുത്താൻ ദുര്യോധനൻ ഉദ്യമിക്കുന്നത്. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യ ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യ ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ, ഹേ ആചാര്യ, അല്ലയോ ദ്രോണാചാര്യരെ, പശ്യ ഏതാം പാണ്ഡുപുത്രാണാം, യുദ്ധത്തിനായിട്ട് വന്ന് അണിനിരന്ന് നിൽക്കുന്ന ഈ പാണ്ഡവന്മാരെ അങ്ങ് കണ്ടാലും, മഹതീം ചമൂം, മഹത്തായ ഈ സേനയെ അങ്ങ് കണ്ടാലും, വ്യൂഢാം ദ്രുപദപുത്രേണ, ഇവരെ അണിനിരത്തിയിരിക്കുന്നത് ദ്രുപദൻ്റെ പുത്രനായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നനാണ്. തവ ശിഷ്യേണ, ആ ദൃഷ്ടദ്യുമ്നൻ അല്ലയോ ദ്രോണാചാര്യരെ അങ്ങയുടെ ശിഷ്യനും കൂടെയാണ്. എങ്ങനെയുള്ള ദൃഷ്ടദ്യുമ്നൻ? ധീമത, വളരെ ബുദ്ധിശാലിയായിരിക്കുന്ന ദ്രോണൻ്റെ ശിഷ്യനാണ് ദ്രുപദപുത്രനായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നൻ. ദുര്യോധനൻ ദ്രോണാചാര്യരുടെ സമീപം എത്തിയിട്ട് അദ്ദേഹത്തോട് പറയുകയാണ്, അല്ലയോ ആചാര്യരെ, അങ്ങ് നോക്കിയാലും എതിർചേരിയിൽ വന്ന് അണിനിരന്ന് നിൽക്കുന്ന ഈ പാണ്ഡവന്മാരെ വ്യൂഹം ചമച്ച് നിർത്തിയിരിക്കുന്നത് മഹാബുദ്ധിശാലിയായ അങ്ങയുടെ ശിഷ്യനും ആയിരിക്കുന്ന ദൃഷ്ടദ്യുമ്നനാണ്. അദ്ദേഹത്തെ അങ്ങ് കണ്ടാലും എന്നാണ് ദുര്യോധനോട് പറയുന്നത്. വളരെ വലുതായ ഒരു സേന എന്നാണ് ദുര്യോധനൻ ഇവിടെ പാണ്ഡവ സൈന്യത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് 18 അക്ഷൗഹിണി പടയാണ് എന്നാണ് പറയുന്നത്. 18-ൽ 11 അക്ഷൗഹിണി പട കൗരവ സൈന്യത്തിൻ്റെ പക്ഷത്തും 7 അക്ഷൗഹിണി പട മാത്രമാണ് പാണ്ഡവ പക്ഷത്തും ഉണ്ടായിരുന്നത്. ഒരക്ഷൗഹിണി എന്ന് പറയുമ്പോൾ ഏകദേശം 1,00,000-ലധികം
അംഗങ്ങളുള്ള സൈന്യമാണ്. അതുപോലെ 11 അക്ഷൗഹിണിയിലധികം സൈന്യത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ഈ ദുര്യോധനൻ കേവലം 7 ലക്ഷം മാത്രം സൈനികരുള്ള പാണ്ഡവ സേനയെ നോക്കിയിട്ട് അവരുടെ മഹത്തായ അല്ലെങ്കിൽ വലുതായ സേനയാണ് എന്ന് അഭിപ്രായപ്പെടുമ്പോൾ തുടക്കത്തിൽ തന്നെ ദുര്യോധനന് ഒരു പരാജയഭീതി അലട്ടുന്നതായിട്ട് നമുക്ക് ഈ വാക്കിലൂടെ കാണാം. ഏതൊരു യുദ്ധത്തിലും തുടക്കത്തിൽ ഒരു സൈനികൻ്റെ മനോവീര്യം വളരെ വലുതായിരിക്കണം എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സൈനികർ അവർ ഏത് രീതിയിലാണ് പ്രചോദനം ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, അതിർത്തി കടന്ന് ആദ്യം പഞ്ചാബിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഉച്ചയൂണിന് ഡൽഹിയിലെത്തണം എന്ന് പറഞ്ഞാൽ. ഇത് ട്രെയിനിൽ പോയാൽ പോലും സാധ്യമല്ലാത്ത ഒരു ദൂരമാണ് എന്നിരിക്കെ അവരെ മാനസികമായിട്ട് അത്രയേറെ തയ്യാറെടുപ്പിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ ഇവിടുന്നാണെങ്കിലും യുദ്ധം ചെയ്യാനായിട്ട് പോകുന്ന സൈനികരെ സമാനമായ രീതിയിൽ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ യുദ്ധം തുടങ്ങുന്ന ആ സമയത്ത് സൈനികർക്ക് വളരെയധികം ആത്മവീര്യം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഇവിടെ ദുര്യോധനൻ്റെ മനസ്സിൽ തുടക്കത്തിൽ തന്നെ ഒരു പരാജയഭീതി ഈ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹദീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അടുത്ത 3 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അന്വയിക്കേണ്ടത്. അതുകൊണ്ട് 3 ശ്ലോകങ്ങളും ഒരുമിച്ച് ചൊല്ലിയിട്ട് അതിൻ്റെ ആശയം വിശദമാക്കാം. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യൂഥാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. അത്ര ശൂരാः മഹേശ്വാസാः ഭീമ അർജുന സമാ യുധി യൂഥാനഃ വിരാടഃ ച ദ്രുപദഃ ച മഹാരഥഃ ദൃഷ്ടകേതുഃ ചേകിതാനഃ കാശിരാജഃ ച വീര്യവാൻ പുരുജിത് കുന്തിഭോജഃ ച ശൈബ്യഃ ച നരപുംഗവഃ യുധാമന്യുഃ ച വിക്രാന്തഃ ഉത്തമൗജാഃ ച വീര്യവാൻ സൗഭദ്രഃ ദ്രൗപദേയാഃ ച സർവ ഏവ മഹാരഥാഃ. അത്ര ശൂരാ മഹേശ്വാസാഃ, ഈ അണിനിരന്നിരിക്കുന്ന ആളുകളിൽ, ഈ സൈന്യത്തിൽ മഹേശ്വാസാഃ വില്ലാളി വീരന്മാരായിരിക്കുന്നവരൊക്കെ യുദ്ധത്തിൽ ഭീമാർജുന സമാഹ, ഭീമനും അർജുനനും ഒക്കെ സമന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. അതിൽ ആരൊക്കെയാണെന്ന് പിന്നീട് അവരുടെ പേരുകൾ പറയും. യൂധാനൻ എന്ന് പറയുന്നത്, യൂധാനൻ്റെ മറ്റൊരു പേരാണ് സാത്യകി. വിരാടഹ ച വിരാട രാജാവുണ്ട്. ദ്രുപദഹ ച ദ്രുപദ രാജാവുണ്ട്. പാഞ്ചാല ദേശത്തിൻ്റെ രാജാവാണ് ദ്രുപദൻ. മഹാരഥഹ ഇവരൊക്കെ മഹാരഥന്മാരാണ്. ദൃഷ്ടകേതു ചേകിതാനഹ, ദൃഷ്ടകേതു എന്ന രാജാവുണ്ട്. ചേകിതാനൻ ഉണ്ട്. കാശി രാജാവുണ്ട്. ഇവരൊക്കെ വീര്യവാനായ കാശി രാജാവുണ്ട്. പുരുജിത് കുന്തിഭോജഹ ച, പുരുജിതനുണ്ട്. കുന്തിഭോജൻ ഉണ്ട്. ശൈബ്യഹ ച, ശൈബ്യൻ എന്ന രാജാവുണ്ട്. ഇവരെല്ലാം രാജാക്കന്മാരാകുന്നു. യുധാമന്യൂഹ ച വിക്രാന്തഃ, യുധാമന്യു എന്ന രാജാവുണ്ട്. പിന്നെ ഉത്തമൗജാശ്ച വീര്യവാൻ, വീര്യവാൻ ആയ
ഉത്തമൗജൻ എന്ന രാജാവുണ്ട്. പിന്നെ സൗഭദ്രഹ, സുഭദ്രയുടെ പുത്രനായിരിക്കുന്ന അഭിമന്യുണ്ട്. ദ്രൗപദേയാഹ ച, ദ്രൗപദിയുടെ പുത്രന്മാരായിരിക്കുന്ന 5 പാണ്ഡവപുത്രന്മാരുണ്ട്. ഇവരൊക്കെ മഹാരഥന്മാരാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ പാണ്ഡവ സൈന്യത്തിൽ അണിനിരക്കുന്ന ഭീമനും അർജുനൻ സമന്മാരായിരിക്കുന്ന വില്ലാളി വീരന്മാരെയാണ് ഇവിടെ ദ്രോണാചാര്യർക്കായിട്ട് ദുര്യോധനൻ പരിചയപ്പെടുത്തുന്നത്. അവരാരൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി നോക്കാം. ഈ പാണ്ഡവ സൈന്യത്തിൽ വലിയ വില്ലാളികളും യുദ്ധകളത്തിൽ ഭീമാർജുനന്മാർക്ക് തുല്യരുമായ ശൂരന്മാരുണ്ട്. യുധാനൻ അല്ലെങ്കിൽ സാത്വികയുണ്ട്, വിരാടരാജാവുണ്ട്, മഹാരഥനായ ദ്രുപദൻ, ദൃഷ്ടകേതു, ചേകിദാനൻ, വീര്യവാനായ കാശിരാജാവ്, പുരിജിത്ത്, കുന്തിഭോജൻ, മനുഷ്യശ്രേഷ്ഠനായ ശൈബ്യൻ, വിക്രമിയായ യുധാമന്യു, വീരനായ ഉത്തമോജസ്, സുഭദ്രാതനയനായിരിക്കുന്ന അഭിമന്യു, പാഞ്ചാലിയുടെ 5 പുത്രന്മാർ പ്രതിവിന്ധ്യൻ, സുതസോമൻ, ശ്രുതകീർത്തി, ശതാനീകൻ, ശ്രുതസേനൻ, ഇങ്ങനെയുള്ള 5 പാണ്ഡവ പുത്രന്മാരുമുണ്ട്. ഇവരെല്ലാവരും ആകുന്നു എന്നാണ് പറയുന്നത്. എതിർചേരിയിൽ അണിനിരന്നിരിക്കുന്ന സേനയെ സേനാനായകന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതൊരു രാജാവിന് വേണ്ടിയാണോ യുദ്ധം നയിക്കപ്പെടുന്നത് ആ രാജാവ് ആ സേനാനായകന് എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്ന രംഗമാണിവിടെ. അതിൽ സേനാനായകൻ ഭീഷ്മപിതാമഹനാണെങ്കിലും ഭീഷ്മപിതാമഹനോട് എന്ന വണ്ണം ദ്രോണരെ സമീപിച്ചുകൊണ്ട് ദ്രോണരോടായിട്ട് പറയുന്ന വാക്കുകളാണ് ദുര്യോധനൻ്റെ ഈ എതിർചേരിയിലുള്ള മഹാരഥന്മാരെ പരിചയപ്പെടുത്തുന്ന രംഗം. ഇവിടെ നേരിട്ട് ഭീഷ്മപിതാമഹനോട് പറയാൻ ദുര്യോധനന് സാധിക്കുന്നില്ല. കാരണം ദുര്യോധനൻ അറിയാം മനസ്സുകൊണ്ട് ഭീഷ്മപിതാമഹൻ പാണ്ഡവപക്ഷത്താണ്. അതുകൊണ്ടാണ് കൂടുതലായും ഭീഷ്മപിതാമഹനെ അഭിമുഖീകരിക്കാതെ ദ്രോണരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു പരിചയപ്പെടുത്തൽ നടത്തുന്നത്. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ദൃഷ്ടകേതുശ്ചേകിദാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.